നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയുവാണെങ്കിൽ അതെ എന്നാണ് അതിന് ഉത്തരം. അതിന് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങൾ അവർക്കൊരു മിഠായി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 9 മിഠായി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഒരു സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. അവരുടെ ഓരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് മുന്നിലും നിങ്ങൾ വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ റെഡിയായി നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അധ്വാനിക്കാൻ തോന്നുന്നത്? അവർക്ക് ചോദിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അവർക്ക് അധ്വാനിക്കാൻ അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടരുത്. നിങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം, എന്നാലേ അവർക്ക് കഷ്ടപ്പാടിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 10 പൈസ കയ്യിലില്ലാത്തവനും തൊട്ട അയൽവക്കത്തെ വീട്ടിൽ ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുപോലൊരെണ്ണം സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള EMIകളും എല്ലാം എടുത്ത് അവർ അതിൻ്റെ പുറകെ ഓടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം? ഈ ഓട്ടത്തിനിടയ്ക്ക് കാണുന്ന ആഡംബരങ്ങൾക്കൊക്കെ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും തന്നെ അവർക്ക് സഹായത്തിന് കാണത്തില്ല. കയ്യിലാണെങ്കിൽ 5 പൈസയും കാണത്തില്ല. നിങ്ങളുടെ മക്കളാണെങ്കിലും ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയൊക്കെ ആയിരിക്കും ജോലികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ വീടുകളിലൊക്കെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മക്കൾ അവരോടൊക്കെ ആണെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ പറയും, ഞാൻ മൊബൈലിലൂടെ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നത്. ശരിക്കും അവരൊക്കെ ഒരു ചെറിയ വരുമാനത്തിൽ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിച്ച് പണം നേടിയെടുക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ ആ ലെവലിലോട്ടൊന്നും എല്ലാ ജനങ്ങളും അല്ലെ എല്ലാ യുവാക്കളും എത്തിപ്പെടുന്നില്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ അവർക്ക് ചിലവുകളാണ് വരുന്നത്. അവർക്ക് കൂടുതലും ഈ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിയും അവർ ഭയങ്കരമായിട്ട് ദൂർത്തടിച്ചാണ് അവരുടെ ജീവിതം. മിച്ചമൊന്നും അവർക്കില്ല, സമ്പാദ്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇവരെല്ലാം മിക്കവരും ഈ ഓൺലൈൻ ജോബുകളുടെ എല്ലാം പുറകെ പോയിരിക്കുകയാണ്. ഈ മിക്ക ഓൺലൈൻ ജോബുകളും എന്ന് പറയുന്നത് തട്ടിപ്പുകളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അധ്വാനിക്കാതെ നിങ്ങൾക്ക് ആരും പണം തരികയില്ല. ജോലി ചെയ്യാതെ ഒരിക്കലും ഒരു മനുഷ്യനും പണം കിട്ടത്തില്ല. അങ്ങനെ വരുന്നതെല്ലാം തട്ടിപ്പ് ജോബുകളാണ്. ഇപ്പോൾ പല ഇതും കാണാം, നിങ്ങൾ ഓൺലൈൻ സൈറ്റുകളിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടും, അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. അങ്ങനെയുള്ള നിരവധി പരസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കമ്പനിയിലൂടെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരികെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിരവധി പരസ്യങ്ങളും അങ്ങനത്തിലൊക്കെ ഈ യുവാക്കൾ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനൊക്കെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഡാറ്റാസും നിങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിലും, അതും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓർഡറൊക്കെ ചെയ്യുമ്പോഴൊക്കെ വരുമാനം നിങ്ങൾക്ക് തരുമായിരിക്കും. പിന്നീട് നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പർച്ചേസിങ്ങോ നടത്തുമ്പോഴായിരിക്കും ഈ തട്ടിപ്പ് കമ്പനികൾ അതോടെ പൂട്ടി അവരവരുടെ വഴിക്ക് പോകും. അന്നേരപ്പോഴാണ് നിങ്ങൾ തട്ടിപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. ഇങ്ങനെ ഈ ആരും നമ്മൾ തന്നെ ആലോചിക്കുക, ഒരാൾ ഒരു ജോലി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ വരുമാനം കിട്ടുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2000 രൂപയെങ്കിലും പണി ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് 1000 രൂപ കൈ കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള കേരളത്തിലെ അവസ്ഥ. അല്ലാതെ ആരും നമുക്ക് ചുമ്മാ കൊണ്ട് പണം തരത്തില്ല. അതാദ്യം നമ്മുടെ യുവതലമുറ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ യുവതലമുറ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള റീലുകൾ, അതുപോലെ ഷോർട്ട് വീഡിയോകൾ, ഇതിൻ്റെ എല്ലാം പിന്നാലെ നടക്കുകയാണ്. ആഡംബരങ്ങളുടെ പുറകെ അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ കാണുന്നത് തന്നെ വലിയ ആഡംബര ഹോട്ടലുകൾ അല്ലെ വലിയ വലിയ സംഭവങ്ങൾ, ഇതിൻ്റെ പുറകെ അവർ ഇതൊക്കെയാണ് റിയലെന്നും പറഞ്ഞുകൊണ്ട് അവർ ജീവിക്കുകയാണ്. സത്യത്തിൽ അതെല്ലാം ഒരു ഷൂട്ടിങ്ങുകൾ മാത്രമാണ്. അതൊക്കെ ആദ്യം മനസ്സിലാക്കുന്നില്ല. എന്നൊന്നും റിയൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം ലോൺ ആപ്ലിക്കേഷനുകളാണ് ഇഷ്ടം പോലെ, ഫ്രീ ആയിട്ട് തരുന്ന ലോണുകളെ കാര്യങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ മൊബൈലിലുണ്ട്. അവരുടെ പരസ്യം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോകും. ബൈ നൗ പേ ലേറ്റർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് തന്നെ. അത് കാണുമ്പം തന്നെ ആരാണേലും ഒന്ന് ക്ലിക്ക് ചെയ്യും. അതാണ് അവസ്ഥ. ഇപ്പോൾ ആഡംബരം കാണിക്കുന്ന യുവതലമുറയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരെയാണ് ഈ ആഡംബരം കാണിക്കുന്നത്? നിങ്ങളുടെ അയൽവക്കംകാരെയോ അതോ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ? ഈ പറയുന്നവരാരും നിങ്ങൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ കാണുകയില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? അന്ന് ഈ പറയുന്ന ആരും തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുകയില്ല. സോഷ്യൽ മീഡിയ റീലുകളുടെ തിളക്കം കണ്ട് നിങ്ങൾ സ്വന്തം ജീവിതം ഇരുട്ടിലാക്കരുത്. പിന്നെ ചില യുവാക്കളുണ്ട്, വലിയ ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷേ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. ദേഹമിണങ്ങിയുള്ള പണികളൊന്നും ചെയ്യാനാണ് അവർക്ക് താല്പര്യമില്ലാത്തവരാണ്. അവർ വെറുതെ സമയവും കളഞ്ഞ് മൊബൈലും മേടിച്ച് അല്ലെങ്കിൽ കുറേ റീലുകളും കണ്ട് അല്ലെങ്കിൽ കുറച്ച് ഗെയിമുകളും ഒക്കെ കളിച്ച് അവർ ഉള്ള സമയം പാഴാക്കുകയാണ്. അതുപോലെ തന്നെ
കയ്യിലുള്ള പണം അവർ ചുമ്മാ ദൂർത്തടിച്ച് തീർക്കുകയുമാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളത് അവർ പഠിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ പണം നശിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയിലോട്ട് പോകാതെ, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മൊത്തം പ്രൊഡക്റ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ എവിടെയൊക്കെ ലോകത്തെവിടെയുള്ള സാധനം വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കൊണ്ടുതരാൻ ആളുണ്ട്. ആ ഒരു അവസ്ഥയിലോട്ടായിരിക്കും. മൊബൈലിൽ ഒറ്റ ക്ലിക്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്തായി. ഈ ഒരു അവസരത്തിൽ നമ്മളെ കയ്യിലുള്ള പണം മുഴുവൻ അടിച്ചു തീർക്കാതെ നമുക്കൊരാവശ്യം വരുമ്പോൾ ഈ പറയുന്ന ആരും കാണത്തില്ല. അവസാനം ഈ പറയുന്ന പോലെ വല്ല ലോൺ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. അവസാനം അത് തിരിച്ചടയ്ക്കാൻ മേലാതെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് ചെന്നെത്തും. ഇതാണ് മിക്കപ്പോഴും ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും ആഡംബരങ്ങളല്ല വേണ്ടത്, അത്യാവശ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെയും ഒരു തലമുറയും കൂടിയുണ്ട്. അവർ ലഹരിയിലും മദ്യത്തിലും മയക്കുമരുന്നിലും പെട്ട് അവർ അങ്ങനെ ജീവിക്കും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. നിരവധി പേര് വലിയ ഡിഗ്രിയുള്ള ഡോക്ടർമാരുൾപ്പെടെയാണെന്ന് ഓർത്തണം ഇതിനകത്ത് ചെന്നുപെട്ട് അവർ ഈ കെണിയിൽ വീണു പോകുന്നത്. അവസാനം പിടിക്കപ്പെട്ട് സമൂഹത്തിൽ നാണം കെട്ട് കഴിയുമ്പോഴാണ് അവർ ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു യുവതലമുറ നമ്മുടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ ഒന്ന് ആലോചിക്കുക, പണ്ടത്തെ ആ സമയത്തൊക്കെ ആൾക്കാർ ഒരുമിച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ഉമ്മറത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് അവരവർ പല പല കാര്യങ്ങൾ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ട് സമയത്ത്. ഇപ്പോഴാണെങ്കിലോ 4 മക്കളുണ്ടെങ്കിൽ 4 പേരും 4 ബെഡ്റൂമിൻ്റെ അകത്ത് മൊബൈലും പിടിച്ച് അവരവിടെ കിടപ്പിലായിരിക്കും. അവർക്കൊന്നും ഇപ്പോൾ ഈ സംസാരിക്കാനോ അതിനോടൊന്നും താല്പര്യമില്ല. ഫുഡ് കഴിക്കാൻ സമയത്ത് എഴുന്നേറ്റ് വരും, അല്ലാത്തപ്പം വീണ്ടും പോയി കിടക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളാണേലും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ മക്കളാണേലും മൊബൈൽ ഫോണിലൂടെ അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും മാതാപിതാക്കൾ പോലും അറിയുന്നത്. ഇടയ്ക്കൊരു സംഭവം നടന്നത് നമ്മളെ വളരെയധികം വേദനിപ്പിച്ചതാണ്. ഒരു ആത്മഹത്യ ചെയ്തത് ആ കുടുംബത്തിൽ അവർ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം അവൻ പറഞ്ഞില്ല. എല്ലായിടത്തും അമ്മയും കൊണ്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു മരണത്തിൽ പോയപ്പം മാത്രം അമ്മയെ കൊണ്ടുപോയില്ലെന്നുള്ളത് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നിരവധി ചെറുപ്പക്കാരാണ് ഇതുപോലെ ഇപ്പോൾ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആഡംബരങ്ങൾ കണ്ട് അവർ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. യഥാർത്ഥം റിയൽ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇതൊരു ഉപദേശമായിട്ട് ആരും കാണണ്ട. സാധാരണപ്പെട്ട ഒരാൾക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ആഡംബരങ്ങളല്ല വേണ്ടത്, നമുക്ക് ഉപജീവനമാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയെന്നേ ഉള്ളൂ. രക്ഷപ്പെടുമോയെന്ന് നമുക്കറിയത്തില്ല. നിങ്ങളാണേലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നശിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം രക്ഷപ്പെടാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാരണമായേക്കാം. അപ്പോൾ ബൈ.